ട്യൂഷൻ പഠിപ്പിച്ചപ്പോഴേ എനിക്കൊരു ഐഡിയ നിങ്ങൾ പറയണം, നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റൂലെന്ന്. കേൾക്കുന്നുണ്ടോ എല്ലാരും? കേൾക്കുന്നുണ്ടോ എല്ലാരും? ആ, ഒരു ഐഡിയ നമുക്ക് നമുക്കൊരു സമ്മേറ്റീവ് വാല്യുവേഷൻ. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞതനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ലേ, അതായത് നമ്മുടെ ഇപ്പൊ ഒരു ജില്ലയിൽ നമ്മൾ ഒരു 10-60-70 പേര്, അവരുടെ ഒരു സമ്മേറ്റീവ് വാല്യുവേഷൻ അല്ലേ നമുക്ക് കിട്ടുള്ളൂ. അതായത് എൻഡ് റിസൾട്ടിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു പെർഫോമൻസ് എന്നുള്ള സമ്മേറ്റീവ് വാല്യുവേഷനിൽ കിട്ടുള്ളൂ. ഷാൽ വി ട്രൈ ഫോർ ഒരു ഡിസ്ട്രിക്ട് വൈസ് സമ്മേറ്റീവ് വാല്യുവേഷൻ? ഡിസ്ട്രിക്റ്റിലുള്ള ഒരുവിധം എല്ലാവരെയും വെച്ചുകൊണ്ട് ഒരു സമ്മേറ്റീവ് വാല്യുവേഷൻ ഒരു ശ്രമം നടത്തിയാലോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജില്ലയിലുള്ള എല്ലാവരെയും വെച്ച് ഒരു സമ്മേറ്റീവ് വാല്യുവേഷൻ നടത്തിയാലോ? കുറച്ചുകൂടി എടുത്തോ. എല്ലാരും ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലെ? ഇഫ് യു ഹാവ് എനി ഐഡിയാസ്, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ വി വിൽ വർക്ക്ഔട്ട്. ഇഫ് യു ഹാവ് എനി ഐഡിയാസ്. നമുക്കൊരു ജില്ലയിൽ ഇപ്പൊ അപ്രോക്സിമേറ്റ്ലി 5000 പേരൊക്കെയാണ് എക്സാം എഴുതുന്നത്. അതിന് സീരിയസ് ആയിട്ട് കാണുന്ന എത്ര പേരുണ്ടാവും? ഈ എക്സാമിന് പരീക്ഷയ്ക്ക് വെറുതെ പോയി എഴുതി വരുന്നവരും ഉണ്ടാവും. ഒരു സീരിയസ് ആയിട്ട് കാണുന്ന എത്ര പെർസെന്റേജ് ഉണ്ടാവും? ഒരു 1000-1500 പേര്. മത്സരം ഈ ഒരു 1000 ഒരു ജില്ലയിൽ ഇപ്പൊ അപ്രോക്സിമേറ്റ്ലി, അതായത് 72,000, ഞാൻ കണക്ക് പറഞ്ഞുതരാം, സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറഞ്ഞുതരാം. 72,000 പേരാണ്. ഐ വിൽ ടെൽ യു ദ സ്റ്റാറ്റിസ്റ്റിക്സ്. നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കലി തന്നെ നമുക്ക് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കുകയും ചെയ്യാം അല്ലെ? രണ്ടും നടക്കും ഒരേ ഇതിൽ. സോ ടോട്ടൽ ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് ഏകദേശം 72,000 ആണ്. 72,000 ആണ് ടോട്ടൽ ആപ്ലിക്കൻസ്. വേക്കൻസി, നമ്പർ ഓഫ് വേക്കൻസി വി കനോട്ട് പ്രെഡിക്ട് നൗ. നമ്പർ ഓഫ് വേക്കൻസി DMEയുടെ DHSന്റെ ഗവൺമെന്റ് വേക്കൻസീസ് വി കനോട്ട് പ്രെഡിക്ട് നൗ. അതൊരു പ്രഹേളികയാണ്. അത് എപ്പോഴൊക്കെയാണ് വരുന്നതെന്ന് അതിനനുസരിച്ചിരിക്കും. അല്ലാതെ നമുക്ക് ഇപ്പോഴേ നേരത്തെ കയറി എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതിനകത്ത് കൺഫർമേഷൻ കൊടുത്തവര് എത്രയുണ്ട്? കൺഫർമേഷൻ എത്ര പേരുണ്ട്? 52,000. ഓക്കെ, ഈ 52,000 എന്ന് പറയുമ്പോൾ ഒരു ജില്ലയില് എത്ര പേരുണ്ടാവും? ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു സീ അബൌട്ട് ഈസ് ആവറേജ്. ആവറേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോണത്. വാട്ട് ഈസ് മീൻ ബൈ ആവറേജ്? ആവറേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ആവറേജ് എന്താണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആവറേജ് ഓർ അരത്തമെറ്റിക് മീൻ എന്ന് പറയും. അരത്തമെറ്റിക് മീൻ നോട്ട് എഴുതാൻ പറ്റും, പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് എഴുതാം. അരത്തമെറ്റിക് മീൻ അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? സോ ഇറ്റ് ഈസ് ദ അരത്തമെറ്റിക് മീൻ എന്നുള്ള സാധനം നമ്മൾ പഠിക്കാൻ പോണത്. ആവറേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മീൻ. ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് സെറ്റ് ഓഫ് വാല്യൂസ്. വാല്യൂസിന്റെ ആവറേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? മീൻ എന്ന് പറയാം. ഇവിടെ നമുക്ക് തിരിച്ചു പോവാം. കൺഫർമേഷൻ കൊടുത്ത 52,000 പേര്. അങ്ങനെയാണെങ്കിൽ ഒരു ജില്ലയിൽ എത്ര പേര് വെച്ചുണ്ടാവണം? സോ ആവറേജ്, ഒരു ജില്ലയിൽ ആവറേജ് എത്ര പേര് വെച്ചുണ്ടാവണം? നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാം. ആവറേജ് ഒരു ജില്ലയിൽ എത്ര പേര് വെച്ചുണ്ടാവും? മൊത്തം 52,000 പേര്. അങ്ങനെയാണെങ്കിൽ ഒരു ജില്ലയിൽ ആവറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് മീൻ ഈസ് ഈക്വൽ ടു ആവറേജ് ഓഫ് സെറ്റ് ഓഫ് വാല്യൂസ് എന്നാണ് പറയാം. ആവറേജ് ഓഫ് സെറ്റ് ഓഫ് വാല്യൂ എത്രയാണ്? 52,000 ആണ് സെറ്റ് ഓഫ് വാല്യൂ. എല്ലാം കൂട്ടുമ്പോൾ നമുക്ക് 52,000 കിട്ടും. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ ഡിസ്ട്രിക്ട്, ദാറ്റ് ഈസ് 14. അപ്പൊ എത്രയുണ്ട്? 3,700 തന്നെയാണോ? അപ്പൊ 3,714. So it is the mean of this is what is the mean അല്ലെ? ഇതാണ് മീൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റിസൾട്ട് ഒബ്റ്റൈൻഡ് ബൈ മീൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരുന്നു? മീൻ ഈസ് ദ റിസൾട്ട് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് all values
all values and dividing by number of items. അതായത് നമുക്ക് ടോട്ടൽ വാല്യൂ നമുക്കറിയാലേ 52,000 പേരാണ് ടോട്ടൽ വാല്യൂസ്. എന്താണ് ആഡിങ് ഓൾ വാല്യൂസ് 52,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. നമ്പർ ഓഫ് ഐറ്റംസ് നമുക്ക് നമ്പർ ഓഫ് ഐറ്റംസ് ജില്ലയാണ് 14 ജില്ല. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എക്സാം എഴുതുന്നവരുടെ മീൻ എത്രയാണ്? ഒരു ജില്ല കണക്കൂട്ടിയ മീൻ എത്രയാണ്? ഒരു ജില്ല കണക്കൂട്ടിയ മീൻ എത്രയാണ്? ആ 3714. സോ മീൻ എന്താന്ന് മനസ്സിലായോ? മീൻ എന്താന്ന് മനസ്സിലായോ? മീൻ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിനകത്ത് വാട്ട് യു മീൻ ബൈ, നമുക്ക് അത് പഠിച്ചിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. വാട്ട് യു മീൻ ബൈ മീഡിയൻ? മീഡിയൻ എന്താണ്? മീഡിയൻ ഓർ പൊസിഷണൽ ആവറേജ്. പൊസിഷണൽ ആവറേജ്. ഇവിടെ നമ്മൾ മീഡിയൻ എന്നോ അല്ലെങ്കിൽ പൊസിഷണൽ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം? പതിനാല് ജില്ലയുണ്ട് അല്ലെ? 14 ജില്ലയുണ്ട്. ഈ 14 ജില്ലയുടെയും നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നമ്മളിങ്ങനെ നേരത്തെ എഴുതുന്നു. അപ്പോ തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് 5000 സംതിങ്, തിരുവനന്തപുരത്ത് വരുമ്പോ 5000 സംതിങ്, അടുത്ത് കൊല്ലം വരുമ്പോ 3000 സംതിങ്, കോട്ടയം വരുമ്പോ 3000 സംതിങ്, പത്തനംതിട്ട വരുമ്പോ 4000, എറണാകുളം വരുമ്പോ 6000. ഇങ്ങനെ നമ്മള് ഇങ്ങനെ എഴുതി അതിനെ വി വിൽ റൈറ്റ് ഇൻ എ ഡിസെൻഡിങ് ഓർ അസെൻഡിങ് ഓർഡർ അല്ലെ? അറേഞ്ചിങ് ദ ഗിവൻ സീരീസ് ഇൻ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ അറേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് values according to the magnitude അനുസരിച്ച് വാല്യൂസ് നമ്മൾ അറേഞ്ച് ചെയ്യും. ഇപ്പൊ നമ്മൾക്ക് എക്സാമിന്റെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് അറേഞ്ച് ചെയ്യാം? ഏറ്റവും കൂടുതലുള്ള ജില്ലയിൽ നിന്ന് താഴോട്ട്, അല്ലെങ്കിൽ കുറവുള്ള ജില്ലയിൽ നിന്ന് മേളിലോട്ട് നമ്മൾ താഴോട്ട് എഴുതും. എന്നിട്ട് അതിന്റെ മിഡിൽ വരുന്ന ഒബ്സർവേഷൻ നമ്മൾ എടുക്കും. അറേഞ്ച്മെന്റ് ഓഫ് വാല്യൂസ് അക്കോർഡിംഗ് ടു ദ മാഗ്നിറ്റ്യൂഡ് and selecting that number that which has an equal number of observations above and below. എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇപ്പോ ഓരോ ജില്ലയായിട്ട് ഞാൻ ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ് പറയുന്നത്. അത് ശരിയായ എമൗണ്ട് അല്ല, ഞാൻ ഓരോ അപ്രോക്സിമേറ്റ് എമൗണ്ട് പറയാം. ഇപ്പോ ഏറ്റവും കുറവ് വരെ എപ്പോഴും കാസർഗോഡാണ്. കാസർഗോഡ് 2200 പേരെന്ന് കണക്കൂട്ടാം. കാസർഗോഡ് 2200 പേര്. അത് കഴിഞ്ഞ കോഴിക്കോട്, അത് കഴിഞ്ഞ് പിന്നെ വരെ വയനാട് ഒരു 2600 എന്ന് കണക്കൂട്ടാം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പാലക്കാട് ഒരു 3000 പേരെന്ന് കണക്കൂട്ടാം. അത് കഴിഞ്ഞാൽ വരുന്നത് ഏതാണ്? പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? ഞാൻ വെറുതെ അപ്രോക്സിമേറ്റ് കണക്കാ പറയുന്നത്. പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ ഏതാ? ഇടുക്കിയാണ്. ഇടുക്കി ഒരു 3100 എന്ന് കണക്കൂട്ടാം. അത് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂര്, ഞാൻ അപ്രോക്സിമേറ്റ് കണക്കാണ് പറയുന്നത്. കണ്ണൂർ ഒരു 3300 എന്ന് കണക്കൂട്ടാം. പത്തനംതിട്ട PTA, പത്തനംതിട്ടയിൽ ഒരു 3500 പേരെന്ന് കണക്കൂട്ടാം. പത്തനംതിട്ട കൂടുതലുണ്ടാവും. അത് കഴിഞ്ഞ് കോട്ടയം ഒരു 3600 പേരെന്ന് കണക്കൂട്ടാം. അത് കഴിഞ്ഞാൽ തൃശ്ശൂര് ഒരു 4000 പേരെന്ന് കണക്കൂട്ടാം. ഇതിലും കുറവാണ് മലപ്പുറം വരിക. മലപ്പുറം ഒരു 4200 എന്ന് കണക്കൂട്ടാം. അത് കഴിഞ്ഞാൽ കോഴിക്കോട് ഒരു 4500 എന്ന് കണക്കൂട്ടാം. ആലപ്പുഴ, ഇതിലൊക്കെ കുറവാണ്. ആലപ്പുഴ 4700 എന്ന് കണക്കൂട്ടാം.
അത് കഴിഞ്ഞാൽ കൊല്ലം ഒരു 4800 കണക്കൂട്ടാം. അത് കഴിഞ്ഞ് എറണാകുളം ഒരു 5000 കണക്കൂട്ടാം എല്ലാ ജില്ലയിലും. അത് കഴിഞ്ഞാൽ TVM ഒരു 5200 കണക്കൂട്ടാം, 5300 കണക്കൂട്ടാം. 14,000. 1 2 3 4 5 6 7 8 9 10 11 14. ഇതിനകത്ത് മീൻ എടുക്കുന്ന എങ്ങനെയായിരുന്നു? മീന് എല്ലാ വാല്യൂസും കൂട്ടി ഡിവൈഡഡ് ബൈ 14 ഈസ് മീൻ അല്ലെ? ഇതെല്ലാം കൂട്ടി ഈ വാല്യൂസ് എല്ലാം കൂട്ടി ഡിവൈഡഡ് ബൈ 14 എന്ന് പറഞ്ഞാൽ എന്താണ്? മീനാണ്. അത് നമുക്ക് എത്ര കിട്ടി? നമ്മൾ ഇതിന്റെ ടോട്ടൽ ഒരു 52,000 കണക്കൂട്ടി മീൻ നമുക്ക് 3700 സംതിങ് കിട്ടി. ഓക്കെ, ഇനി ഇതിന്റെ മീഡിയൻ എങ്ങനെ എടുക്കും? നമ്മൾ നോക്കും എത്ര എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഉണ്ട്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കറക്റ്റ് സെന്ററിലുള്ള ഒരെണ്ണം എടുക്കാൻ പറ്റില്ല അല്ലെ? കറക്റ്റ് സെന്ററിൽ വരുന്ന ഒരെണ്ണം നമുക്ക് എടുക്കാൻ പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? അപ്പോ പകരം നമ്മൾ എന്ത് ചെയ്യും? ആ രണ്ടുള്ള വാല്യൂസിന്റെ 5300 രൂപ ഒരു എഴുതിയപ്പോ ടൈപ്പിംഗ് മിസ്റ്റേക്കടേ. എന്റെ രഞ്ജിനി എന്നെ കൊന്നുള്ള, പക്ഷെ എന്നെ വെറുതെ വിട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നടുക്കുള്ള രണ്ട് വാല്യൂസ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിന്റെ ആവറേജ് എടുക്കും. ഇപ്പൊ നടുക്കുള്ള രണ്ട് വാല്യൂസ് ഏതൊക്കെയാ ഇതിനകത്ത്? നടുക്കുള്ള വാല്യൂസ് ഏതൊക്കെയാ? 1 2 3 4 5 6 3600 4000 കൂടെ ആഡ് ചെയ്ത് 3600 4000 കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് എടുക്കും. അപ്പൊ എത്ര വരും? 3600 പ്ലസ് 4000 എത്രയാ? 7600 ഡിവൈഡഡ് ബൈ 2. 7600 ഡിവൈഡഡ് ബൈ എത്രയാണ്? 2 എത്രയാ? 7600 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 3800. സോ 3800 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? 3800 ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയൻ എന്ന് പറയുന്നത് എത്രയാണ്? 3800 ആയിരിക്കും. സോ മീഡിയൻ എന്ന് പറയുന്നത് എത്രയാണ്? 3800 ആയിരിക്കും. അപ്പൊ അതായത് എന്താണ്? ഇറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് വാല്യൂസ് അക്കോർഡിംഗ് ടു ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെലക്ടിംഗ് ദാറ്റ് നമ്പർ വിച്ച് ഹാസ് ഈക്വൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എബോവ് ആൻഡ് ബിലോ. മുകളിലും താഴെ ഈക്വൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊസിഷണൽ ആവറേജ് അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി മൂന്നാമത്തെ ഒരു ടേം ഉണ്ട്, വാട്ട് വി കോൾ ആസ് മോഡ്. What is mode? Mode or highest frequency data. Highest frequency data. എന്താണ് മോഡ് അല്ലെങ്കിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ഡാറ്റ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വാല്യൂ ഓർ ഐറ്റം ഒക്കറിംഗ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി. വാല്യൂ ഓർ ഐറ്റം ഒക്കറിംഗ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി. ഏറ്റവും കൂടുതൽ പ്രാവശ്യം വരുന്നതിനെയാണ് വാട്ട് വി കോൾ ആസ് എന്ന് പറയുന്ന മോഡ് എന്ന് പറയുന്നത്. ഇപ്പോ അതിന് എക്സാമ്പിൾ ഇതിൽ നമുക്ക് മോഡ് നമുക്ക് പറയാൻ, കാരണം എല്ലാം ഫ്രീക്വന്റ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു ഡാറ്റ ഇല്ല ഇതിനകത്ത് അല്ലെ? ഫ്രീക്വന്റ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു ഡാറ്റ ഇല്ല. അപ്പോ മോഡ് നമ്മളപ്പോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മോഡ് ഫ്രീക്വന്റ്ലി ഒബ്റ്റെയിൻ ചെയ്യുന്ന ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരെണ്ണം ഫ്രീക്വന്റ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കി അതിനെയാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോ ഒരു ഒ പി ഡിയിലെ കണക്കെടുത്താൽ OPD ഇപ്പോ ഡെയിലി വിസിറ്റ് ഓഫ് OPD നോക്കിയാൽ ഡെയിലി വിസിറ്റ് OPDയിൽ ഒരു ദിവസം 101 പേര് വന്നു, അടുത്ത ദിവസം 107 പേര് വന്നു, അടുത്ത ദിവസം 107 വന്നു, അടുത്ത ദിവസം 103 വന്നു, അതിന്റെ അടുത്ത ദിവസം 101 വന്നു, അതിന്റെ അടുത്ത ദിവസം 106 വന്നു, അതിന്റെ അടുത്ത ദിവസം വീണ്ടും 101 വന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മോഡ് ഏതാണ്? ഇറ്റ് ഈസ് 101 അല്ലെ? മോഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 101 ആണ്. 101 ആണ് മോഡ് എന്ന് പറയുന്നത് അല്ലെ? സോ അപ്പൊ ഹയസ്റ്റ് ഫ്രീക്വൻസി ഒക്കറിംഗ് ഡേറ്റയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മൂന്നും പഠിച്ചല്ലേ? സോ ഈ മൂന്നിനെയും പറയുന്ന പേരെന്താണ്? മീൻ, മീഡിയം,
mean, median and mode is called as mean, median, mode is called as measures of central tendency. Central tendency മെഷർ ചെയ്യുന്നതിനെയാണ് മീൻ മീഡിയം മോഡിന് നമ്മൾ പറയുന്നത്. എന്താണ് മോഡ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല നൂറുതാണ്, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഒക്കർ ചെയ്യുന്ന ഒരു ഡാറ്റ, മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കർ ചെയ്യുന്ന ഡാറ്റ. അപ്പൊ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ OPD വിസിറ്റ് നോക്കുമ്പോൾ 101, 107, 103, 106 101. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എന്താണ്? ഇപ്പൊ ഒരാഴ്ച എടുത്ത് നോക്കുമ്പോൾ ഇതിപ്പോ ഒരു 6 ദിവസത്തെ ഡാറ്റ ഉണ്ട് ഒരു OPD വിസിറ്റിന്റെ. അതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എന്താണ്? എത്രയാണ്? 101 പേരാണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്, എത്ര വാല്യൂസ് ഉണ്ടെന്ന് നമ്മൾ നോക്കും. അതിന്റെ ആ വാല്യൂസിന്റെ മുകളിലോട്ടും താഴോട്ടും ഈക്വൽ നമ്പർ വരുന്ന എവിടെയാണോ അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് അതെടുക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. അതായത് നമ്മളെ കിട്ടുന്ന വാല്യൂസ് ഈ വാല്യൂവിന്റെ മീഡിയൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ബോഡി കിടക്കുന്ന വാല്യൂവിന്റെ മീഡിയൻ നമുക്ക് എടുക്കാം. അതായത് ഡെയിലി വിസിറ്റിന്റെ മീഡിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീഡിയൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 101, പിന്നെ ഏതാ 101 മൂന്നെണ്ണം ഉണ്ടല്ലേ, 101, 103, 106, 107. ഇതാണ് വാല്യൂസ്. ഇതിന്റെ മീഡിയൻ എത്രയായിരിക്കും? എത്രയാണ്? 101 ഏതാണ്? മുകളിൽ കിടക്കുന്ന, മേളിലും താഴെയും ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഇവിടെ 2 ഇവിടെ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ആവറേജ് എടുക്കുക. അപ്പൊ എത്രയായിരിക്കും? 102 ആണ് എന്ത്? മീഡിയൻ എന്ന് പറയുന്നത് അല്ലെ. മീഡിയൻ ഈസ് 102. ആവറേജ് എടുക്കുമ്പോൾ 102 ആണ്. അങ്ങനെ ഇല്ല, അസെൻഡിങ് ഓർഡർ എഴുതിയാലും ഡിസെൻഡിങ് ഓർഡർ എഴുതിയാലും ശരി തന്നെയാണ്. റിപ്പീറ്റഡ് വാല്യൂ, ഏതിന്റെ റിപ്പീറ്റഡ് വാല്യൂ? മീഡിയൻ ഈസ് മിഡിൽ, അസെൻഡിങ് ഓർ ഡിസെൻഡിങ്, അത് ഏത് വേണോ ആവാം. മീഡിയൻ ഈസ് മിഡിൽ. മോഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രാവശ്യം വരുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് മോഡ്. മീൻ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ആവറേജ് ആണ്. മനസ്സിലായോ? അപ്പൊ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ ഈസ് ദ അരിത്തമെറ്റിക് ആവറേജ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലും, അതായത് സെൻട്രൽ വരുന്ന നമ്പർ, സെൻട്രൽ ടെൻഡൻസി, ഏറ്റവും നടുക്ക് വരുന്ന മിഡിൽ ഏതാണോ അത്. മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഒക്കർ ചെയ്യുന്നത്, അതാണ് മോഡ് എന്ന് പറയുന്നത്. ക്ലിയർ? വാല്യൂ ഓർ ഐറ്റം ഒക്കറിംഗ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി. ക്ലിയർ? മിഡിൽ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതേ വരുള്ളൂ, ഒന്നില്ലെങ്കിൽ തൊട്ടടുത്ത രണ്ടെണ്ണം ആവറേജ് ചെയ്തെടുക്കുക. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ നമ്മൾ പോയത്. നമ്മൾ പറഞ്ഞു ടോട്ടൽ ആപ്ലിക്കൻസ് 7200, കൺഫർമേഷൻ കൊടുത്തത് 5200 പേര്. മീഡിയൻ കാണണമെങ്കിൽ ഓർഡറിൽ എഴുതണം. ഓർഡറിൽ എഴുതിയാലേ മീഡിയൻ കാണാം. അല്ലെങ്കിൽ ഫോർമുലയാണ്, ഫോർമുല തൊട്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരില്ല, അതുകൊണ്ട് പേടിക്കണ്ട. മീഡിയൻ കാണണമെങ്കിൽ ഓർഡറിൽ എഴുതിയിട്ട് നമുക്ക് നോക്കാം. പക്ഷേ ഫോർമുല എന്താ ഡെഫിനിഷനെ ചോദിക്കുള്ളൂ കേട്ടോ, ഇവിടുത്തെ ഡെഫിനിഷൻ ചോദിക്കുള്ളൂ. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? ഓൾമോസ്റ്റ് ഒരു 3700, 4000 പേര് ഒരു ജില്ലയിലുണ്ട്. ഈ ഞാൻ ക്ലാസ്സിലാണ്, ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വിളിച്ചോളാം. അപ്പൊ നമുക്ക് 3700 പേര് ഇത് 3 എഴുതിയെടുക്കണം കേട്ടാ. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നോട്ട് എഴുതിയെടുക്കണം. മീൻ എന്താണ്, മീഡിയൻ എന്താണ്, മോഡ് എന്താണ് എഴുതിയെടുക്കണം. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൽ കൂടെ പഠനവും കൂടെ ഇൻവോൾവ് ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, അതുകൊണ്ടൊക്കെ നല്ലതല്ലേ, പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് സമ്മേറ്റീവ് വാല്യൂഷൻ പഠിപ്പിച്ചപ്പോൾ വന്നൊരു ഐഡിയ ആണ്. അതായത് നമുക്ക് ഇത്രയും പേരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ആവറേജ്, എന്താ ഇതിന്റെ ഒരു ബേസിക് പ്രശ്നം എവിടെ നിലനിൽക്കണമെന്ന് അറിയാവോ? നമുക്കൊരു ആവറേജ്, നിങ്ങളുടെ പെർഫോമൻസിന്റെ ഒരു ആവറേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം തീരുമാനിക്കാം. എന്ത്? പെർഫോമൻസിന്റെ ഒരു ആവറേജ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാര്യം തീരുമാനിക്കാം. എന്ത് തീരുമാനിക്കാം? അത് വലിയൊരു ആശ്വാസമാണത്. എന്ത് തീരുമാനിക്കാം? അല്ല,
അല്ല, വെദർ യു ഷുഡ് വർക്ക് ഫോർ, കിട്ടുമോ ഇല്ല എന്നുള്ള അവിടെയല്ല, വെദർ യു വാണ്ട് DME-ക്ക് വേണ്ടി വർക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. നമ്മൾ ജോബ് കിട്ടുമോ ഇല്ല എന്നുള്ളൊരു കൺകറൻസ് നമുക്കില്ല, കാരണം നമുക്ക് തൊട്ടടുത്ത് DME വരുന്നുണ്ട്. അപ്പൊ DME-ക്ക് വേണ്ടി വർക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, തീരുമാനിക്കാം. അപ്പൊ അത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഒരു ജില്ലയിൽ ഈ ഞാൻ പറഞ്ഞു വന്നതാണ് 3714 പേരുണ്ട്. ഈ 3714 നമുക്ക് ഓൾമോസ്റ്റ് ഒരു ജില്ലയിൽ എന്റെ ഒരു കണക്കൂട്ടലിൽ നമുക്കൊരു 100 പേരുണ്ട്. അപ്പൊ 3714 100 എന്ന് പറയുമ്പോൾ എത്ര ശതമാനമായി? 3714 100 എന്ന് പറയുമ്പോൾ എത്ര ശതമാനമായി? നമുക്ക് ഒരു ജില്ലയിൽ DME ഞാൻ പറഞ്ഞല്ലോ, വി ക്യാൻ എക്സ്പെക്ട് ദ നോട്ടിഫിക്കേഷൻ. DME വി ക്യാൻ എക്സ്പെക്ട് ദ നോട്ടിഫിക്കേഷൻ ഇൻ മാർച്ച് ആൻഡ് വി ക്യാൻ എക്സ്പെക്ട് ദ എക്സാം ബൈ ദ ഓഗസ്റ്റ് ഓർ സെപ്റ്റംബർ. കാരണം ലിസ്റ്റ് മാർച്ചിൽ തീരും. അതുകൊണ്ട് തന്നെ എക്സാം ഉടനെ ഉണ്ടാകും. മാർച്ചിലല്ല, ഏപ്രിലിൽ തീരും ലിസ്റ്റ്. അത് നമുക്ക് പിന്നുള്ള കാര്യമല്ല, ക്ലാസ് തുടങ്ങിയൊക്കെ പിന്നുള്ള കാര്യം. റിസൾട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഏപ്രിൽ റിസൾട്ട് വരണം. പറ, 3714 എന്ന് പറയുമ്പോ ലിസ്റ്റ് ഒക്ടോബർ, അപ്പൊ എക്സാം ഒക്ടോബർ 31, അപ്പൊ എക്സാം അപ്പോഴുണ്ടാവും. DHS ലിസ്റ്റിൽ എബോളയൊന്നും വരൂല, ലിസ്റ്റിൽ എബോള കയറാൻ സാധ്യതയില്ല. അപ്പോഴേ 3714 പറയുമ്പോ എത്ര പേരായി? 100 പേരാകുമ്പോ 3714 നമുക്ക് 100 പേരുണ്ട്. അപ്രോക്സിമേറ്റ്ലി വി ക്യാൻ സേ നമ്മുടെ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് 2.5% ആണ്. ഈ 2.5% അവിടെ നിൽക്കട്ടെ. ഇതിനെ സീരിയസ് ആയിട്ട് 3714 സീരിയസ് ആയിട്ട് കാണുന്ന എത്ര പേരുണ്ടാവും? എത്ര പേരുണ്ടാവും? അപ്രോക്സിമേറ്റ്ലി ഒരു 1000 പേര്, അതായത് ഒരു 30%, 30% പേരാണ്. ഒരു 30%. ഈ 30%ല് 2.5% നമ്മളുണ്ട് അല്ലെ, 2.5% നമ്മളുണ്ട്. അപ്പൊ ബാലൻസ് ഉള്ളത് എന്താണ്? സീരിയസ് ആയിട്ട് കാണുന്ന 27.5% ആൾക്കാരാണ് ഇനി സീരിയസ് ആയിട്ട് കാണുന്ന നമുക്ക് അറിഞ്ഞൂടാത്ത പേരുള്ളത്. എക്സാമിന് സീരിയസ് ആയിട്ട് കാണുന്ന നമുക്ക് അറിഞ്ഞൂടാത്ത പേരുള്ളത് എത്രയാണ്? 27.5%. ഈ 27.5%ത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് എത്താൻ പറ്റും ഇല്ലേ? അതിന് സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ എക്സാമിന് സീരിയസ് ആയിട്ട് കാണുന്ന 2.5 ഡിവൈഡഡ് ബൈ ആവറേജ് നോക്ക്. 27.5 ഡിവൈഡഡ് ബൈ 2.5 എത്രയാ? 27.5 ഡിവൈഡഡ് ബൈ 2.5 11. അതായത് നമ്മൾ ഒരാൾക്ക് 11 പേരിൽ ഒരാളാണ് നമ്മൾ ഇല്ലേ? സീരിയസ് ആയിട്ട് പഠിക്കുന്ന 11 പേരിൽ ഒരാളാണ് നമ്മൾ ഇല്ലേ? 12 പേരിൽ ഒരാളാണ് നമ്മൾ ഇല്ലേ? സീരിയസ് ആയിട്ട് 12 പേരിൽ ഒരാളാണ് നമ്മൾ. ബാക്കി ഒരാൾക്ക് നിങ്ങൾ വിചാരിച്ചാൽ ബാക്കി 11 പേരിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഒരു സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു 11 പേരില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പരീക്ഷ സീരിയസ് ആയിട്ട് കാണുന്ന നമ്മുടെ ജോയിൻ ചെയ്യാത്തൊരു 11 പേരുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിലെന്ന് പറയണം. സ്വദേശത്ത് നാട്ടിലുള്ളവർ പറഞ്ഞേ, നാട്ടിലുള്ളവർ പറഞ്ഞേ. ഉണ്ട്. ദെൻ വി വിൽ ട്രൈ. അപ്പൊ ഇനി നമുക്ക് ഐഡിയ ആലോചിച്ച് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് കോമ്പറ്റീഷൻ എത്രയിൽ ഒന്നാവാനാണ്? എത്രയില്? 1000 പേര് തമ്മിലേ കോമ്പറ്റീഷൻ ഉള്ളൂ. 1000 പേര് തമ്മിലേ കോമ്പറ്റീഷൻ ഉള്ളൂ. ആ 1000ൽ എത്രക്കകത്ത് നിങ്ങൾ വരണം? അത് അറിഞ്ഞൂടാ, നോക്കണം. 1000ൽ 100-നകത്ത് നിങ്ങൾ വരണം. അതായത് 1000ൽ 100-നകത്ത് നിങ്ങൾ വരണം. 1000 പേര് തമ്മിലെ കോമ്പറ്റീഷൻ ഉള്ളൂ. 1000ൽ 100-നകത്ത് നിങ്ങൾ വരണം. ഹാർഡ് ടാസ്ക് അല്ലല്ലോ. ഇത്രയും പഠിച്ചതും എല്ലാം വെച്ചിട്ട് ഹാർഡ് ടാസ്ക് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. സുഖമായിട്ട് വരാം. പക്ഷേ
ഇനി നമുക്ക് ദിവസങ്ങളുണ്ട്. നിങ്ങൾ പഠിക്കാൻ. ഞാൻ മറ്റേത് ഐ വിൽ വർക്ക്ഔട്ട്. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം. നമുക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുകയാണെങ്കിൽ വി വിൽ ട്രൈ ടു മേക്ക് എ ഡിസ്ട്രിക്ട് വൈസ് ഇവാലുവേഷൻ അറ്റ് ദ എൻഡ് ഓഫ് എക്സാം. എക്സാമിന്റെ അവസാനം ഒരു ഡിസ്ട്രിക്ട് വൈസ് ഇവാലുവേഷൻ ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം. കേട്ടാ? നിങ്ങളും കൂടെ ഒന്ന് സഹായിച്ചാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ലെറ്റ് മീ ട്രൈ. ഓക്കെ, ലെറ്റ് us കം ബാക്ക്. അപ്പൊ നമ്മള് ഇതിനകത്തുള്ള എന്ത് പറഞ്ഞു, അതിനകത്ത് ഇടയിൽ കൂടെ നമ്മൾ പോയി മറ്റേ ഇത് കണ്ടിട്ട് വന്നല്ലേ, ഏത് സെൻട്രൽ ടെൻഡൻസി, സ്റ്റാറ്റിസ്റ്റിക്സിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖല നമ്മൾ കണ്ടിട്ട് പോന്നു. ഇനി നമുക്ക് കാണാനുള്ളത് നമ്മൾ തുടങ്ങി വെച്ച ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആണ് അല്ലേ? ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പ് ഉണ്ടാക്കല്, നിങ്ങൾ തന്നെ ഒരു 150 ഗ്രൂപ്പിലില്ലേ? ഇനി ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും? നിങ്ങൾ തന്നെ ഒരു 150 ഗ്രൂപ്പിലില്ലേ? നോട്ട് ചെയ്തോളെ. നോട്ട് ചെയ്താണ് സമയം നടക്കണേ. നോട്ട് ചെയ്തെടുത്തോ. നിങ്ങൾ തന്നെ ഒരു 150 ഗ്രൂപ്പിലില്ലേ? നോട്ട് ചെയ്തെടുത്തോ. ഗ്രൂപ്പേ ഉള്ളൂ. അതാണ് ഒരു പ്രശ്നം. അപ്പൊ അതിനൊരു ഡിഫറന്റ് ആയിട്ട് എന്തെങ്കിലും ഐഡിയാസ് ചെയ്യണം. മീനിന്റെ നോട്ട്, മീഡിയന്റെ നോട്ട്, അതുപോലെ തന്നെ മോഡിന്റെ നോട്ട്. മീനും മീഡിയം നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയണം. മീൻ മീഡിയം നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയണം. ഫിനിഷ്ഡ്. ഓക്കെ. ഓക്കെ, സോ ലെറ്റ് us മൂവ് ഓൺ. നമ്മൾ എവിടെ നിർത്തി വെച്ചത്? ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. രണ്ടിന്റെ ഡെഫിനിഷൻ ആണ് അറിയാലോ. വാട്ട് ഈസ് ഗൈഡൻസ്? വാട്ട് ഈസ് ഗൈഡൻസ്? ഗൈഡൻസ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് ഗൈഡൻസ്? വാട്ട് ഈസ് ഗൈഡൻസ്? ഗൈഡൻസ് ഈസ് ആൻ എഡ്യൂക്കേഷണൽ സർവീസ് അല്ലെ? എഡ്യൂക്കേഷണൽ സർവീസ് ആണ്. അതായത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? ഗൈഡൻസ് ഈസ് ആൻ എഡ്യൂക്കേഷണൽ സർവീസ് ഡിസൈൻഡ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ്. ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ എഡ്യൂക്കേഷൻ സർവീസ്. എഡ്യൂക്കേഷൻ സർവീസ് ആണ്. ഇവിടെ എന്തിനാണ്? ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ബൈ എയ്ഡിങ്, അവരെ സഹായിക്കുന്നു, എയ്ഡിങ്, ഇൻസ്ട്രക്ട് ചെയ്യുന്നു, കോച്ചിങ് ഓർ കൗൺസലിംഗ്. അതായത് ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു എഡ്യൂക്കേഷൻ സർവീസ് ആണ്. ടു മേക്ക് എ വേ, അല്ലെങ്കിൽ അല്ലേ അവനെ ഒരു പാത കണ്ടുപിടിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അവനൊരു വഴി കണ്ടുപിടിച്ചു കൊടുക്കാനാണ് എന്തെന്ന് പറയുന്നത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഗൈഡൻസ് എന്ന് പറയുന്ന സാധനം. ഇവിടെ എന്താ ചെയ്യുന്നത്? വി വിൽ കൗൺസിൽ. സോ വി വിൽ എയ്ഡ് ദ ചൈൽഡ്, അല്ലെങ്കിൽ വി വിൽ ഹെൽപ്പ് ദ ചൈൽഡ് ടു ഫൈൻഡ് ഔട്ട് ദ വേ. അവൻ ഏത് വഴിക്ക് പോണം എന്നുള്ള വഴി കാണിച്ചു കൊടുക്കലാണ് വാട്ട് വി കോൾ ആസ് ഗൈഡൻസ്. നൗ വാട്ട് ഈസ് കൗൺസിലിംഗ്? രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. കൗൺസിലിംഗ് എന്താ? ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കണം, അവരില്ല, പിള്ളേരില്ല. വാട്ട് ഈസ് കൗൺസിലിംഗ്? കൗൺസിലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഗൈഡൻസ്. Counseling is the guidance provided by. It is the guidance provided by. Guidance ആണല്ലേ? It is the guidance provided by ആര്? Guidance provided by professionally trained worker.
പ്രൊഫഷണലി ട്രെയിൻഡ് പേഴ്സൺ. പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺ കൊടുക്കുന്ന ഗൈഡൻസിനെയാണ് വാട്ട് യു കോൾ ആസ് എന്ത് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് എന്താണ്? ഇറ്റ് ഈസ് ദ ഗൈഡൻസ് പ്രൊവൈഡഡ് ബൈ പ്രൊഫഷണലി ട്രെയിൻഡ് പേഴ്സൺ. എന്തിനു വേണ്ടി? പ്രൊഫഷണലി ട്രെയിൻഡ് പേഴ്സൺ ഹു നീഡ് ഓർ സീക്ക് ഹെൽപ്പ്. ഓക്കെ, സോ അപ്പോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാം അല്ലേ? ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കും ചെയ്യാം. അതിനൊരു പ്രത്യേക എന്ത് വേണമെന്നില്ല, ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും വേണമെന്നില്ല. പക്ഷെ കൗൺസിലിംഗ് ഈസ് ഡിഫറെന്റ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കൗൺസിലർ ഷുഡ് ഹാവ് എ പ്രൊഫഷണൽ നോളജ് അല്ലെ? പ്രൊഫഷണൽ നോളജ് വേണം ആർക്ക്? കൗൺസിലറിന് ഒരു പ്രൊഫഷണൽ നോളജ് വേണം. എങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൗൺസിലിംഗ് എന്ന് പറയുന്ന സാധനം ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? ക്ലിയർ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി? ചോദിക്കും കേട്ടാ, ഡെഫിനിഷൻ തന്നിട്ട് ഏതാണെന്ന് ചോദിക്കും. സോ അപ്പൊ എന്താണ്? ഗൈഡൻസ് മീൻസ് എഡ്യൂക്കേഷൻ സർവീസ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? കുഞ്ഞിന് വഴികാട്ടി കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറ്റ് ഇസ് എ പ്രൊഫഷണൽ സർവീസ്. പ്രൊഫഷണൽ സർവീസ് ടു ഹെൽപ്പ് എ പേഴ്സൺ. ഒരു ടിപ്പിക്കൽ പേഴ്സണിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊഫഷണൽ സർവീസിനെയാണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത്? കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി എഡ്യൂക്കേഷന്റെ ഒരു ടോപ്പിക് കൂടെ ഉണ്ട്. അത് കണ്ടിട്ട് പോണോ അതോ നമുക്ക് താല്പര്യമുള്ള ഏതെങ്കിലും മെഡിക്കൽ ടോപ്പിക്കിലേക്ക് പോണോ? പറയൂ. എഡ്യൂക്കേഷന്റെ ഒരു ടോപ്പിക് കൂടെ ഉണ്ട്, മെഡിക്കലിലേക്ക് പോലെ. ഒരു കണ്ടിന്യൂ ആണ് കൂടുതൽ പേരുടെ അഭിപ്രായം. കണ്ടിന്യൂ എന്നുള്ളതാണ് കൂടുതൽ പേരുടെ അഭിപ്രായം. നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു, എല്ലാവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട്. സോ വി ആർ ഗോയിങ് ടു സീ അബൌട്ട് വാട്ട് ഈസ് കരിക്കുലം. കരിക്കുലം, വാട്ട് ഈസ് കരിക്കുലം? വാട്ട് ഈസ് കരിക്കുലം? കരിക്കുലം എന്താണ്? വാട്ട് ഈസ് കരിക്കുലം? വാട്ട് ഈസ് കരിക്കുലം? കരിക്കുലം എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് കരിക്കുലം? എന്താണ് കരിക്കുലം? കരിക്കുലം എന്ന് പറഞ്ഞാൽ CV അല്ല, അത് കരിക്കുലം വീറ്റേ. ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. ഇറ്റ് ഈസ് ദ ഔട്ട്ലൈൻ. ഇറ്റ് ഈസ് ദ ഔട്ട്ലൈൻ. ഇറ്റ് ഔട്ട്ലൈൻ ഓർ സമ്മറി ഓഫ് അവൈലബിൾ കോഴ്സ്. ചോദിക്കുക, ഇറ്റ് ഈസ് ഔട്ട്ലൈൻ ഓർ സമ്മറി ഓഫ് അവൈലബിൾ കോഴ്സ്. നമുക്ക് അവൈലബിൾ ആയ ഒരു കോഴ്സിന്റെ ഔട്ട്ലൈൻ അല്ലെങ്കിൽ സമ്മറി ഓഫ് അവൈലബിൾ കോഴ്സ് in an academic discipline. In an academic discipline or educational institution. So you have to know about the difference between syllabus and curriculum. അത് ഞാൻ ഒരു ഇതായിട്ട് പറഞ്ഞത് എഴുതിയെടുക്കാനല്ല. കരിക്കുലം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ അക്കാഡമിക് ഡിസിപ്ലിൻ ഏതായിരുന്നു? നമ്മൾ പഠിച്ച അക്കാഡമിക് ഡിസിപ്ലിൻ ഏതാ? നമ്മൾ പഠിച്ച അക്കാഡമിക് ഡിസിപ്ലിൻ ഏതാണ്? നഴ്സിംഗ് ആണല്ലേ? നഴ്സിംഗ് എന്നുള്ള അക്കാഡമിക് ഡിസിപ്ലിൻ ആണ്. ഈ നഴ്സിംഗില് നമ്മൾ എന്തൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞതാണ് എന്ത്? നഴ്സിംഗില് നമ്മൾ എന്തൊക്കെ പഠിക്കണമെന്ന് യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതിനാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ എന്തെന്ന് പറയുന്നത്? സിലബസ് എന്ന് പറയുന്നത് അല്ലെ? അതാണ് സിലബസ്. പക്ഷേ അത് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? സിലബസിൽ ഇന്ന സബ്ജക്ട്, ഇന്ന ടോപ്പിക് ഇന്ന രീതിയിൽ പഠിക്കണം, ഇന്ന പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് സിലബസ്. അതേസമയം ഇത് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ നാളിൽ ഏതൊക്കെ പഠിക്കണം, ഏത് മാസം ഏതൊക്കെ പഠിക്കണം, ഏത് മാസം ക്ലിനിക്കിൽ പോകണം, ഏത് മാസം തിയറി ബ്ലോക്ക് വേണം, ഏത് മാസം ലീവ് പടണം,
അതായത് ഒരു കോഴ്സിന്റെ ഔട്ട്ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമ്മറി ഓഫ് അവൈലബിൾ കോഴ്സ് ഈസ് കോൾഡ് ആസ് എന്ത്? കരിക്കുലം. ഗാന്ധിജിയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട് കരിക്കുലത്തിന്റെ, ഞാൻ അതാണ് തപ്പുന്നത്. ഒരു സെക്കൻഡ്, അത് ചോദിച്ചു കാണാറുണ്ട്. ഗാന്ധിജിയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട് കരിക്കുലത്തിന്റെ. ഞാൻ മറന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ കരിക്കുലത്തിലെ ഗാന്ധിയുടെ ഡെഫിനിഷൻ? ഓർമ്മയുണ്ടോ? ഒട്ടും കിട്ടുന്നില്ലല്ലോ. ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, ഞാൻ നോക്കിയിട്ട് പറഞ്ഞാൽ കേട്ടാ. സോ കണ്ണിഹാമിന്റെയും ഗാന്ധിജിയുടെയും രണ്ട് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. എന്തായാലും അത് ഞാൻ മറന്നുപോയി. സോ ഇനി അല്ലെങ്കിൽ നമുക്ക് കരിക്കുലത്തിൽ എന്താ പറയാം? നിങ്ങൾ ഈ കരിക്കുലം ഈസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് എന്തിന്റെ ബ്ലൂ പ്രിന്റ് ആണ് ചോദ്യം വരിക? കരിക്കുലം ഈസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് ആൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിന്റെ ബ്ലൂ പ്രിന്റ് ആണ് വാട്ട് യു കോൾ ആസ് എന്ത്? കരിക്കുലം എന്ന് പറയുന്നത്. ഒരു രേഷ്മ, അതുപോലെ എന്തോ രണ്ട് സെന്റൻസ് എനിക്ക് ഒട്ടും കിട്ടുന്നില്ല. അതുപോലെ എന്തോ രണ്ട് സെന്റൻസ് ചേർന്നാണ്. നോളജ് ആൻഡ് സ്കിൽസ് ആർ ഇമ്പാർട്ട്, കരിക്കുലം ഈസ് ദ, എനിക്ക് കിട്ടുന്നേ ഇല്ല ഡെഫിനിഷൻ. നോളജ് ആൻഡ് സ്കിൽ എന്നൊക്കെ പറഞ്ഞതാണ്. മൂന്ന് നോളജ് സ്കില്ല് വേറൊരു സാധനം കൂടെ ഉണ്ട്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. അങ്ങനെ എന്തോ മൂന്ന് സാധനങ്ങൾ ചേർത്തിട്ടാണ് അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ. ഗാന്ധിയുടെ ഡെഫിനിഷൻ വെച്ച് ചോദിക്കാറുണ്ട്. എനിവേ ലീവ് ദാറ്റ്, നമുക്ക് വരാം. സോ കരിക്കുലം ഈസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു കരിക്കുലം ഈസ് ദ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിന്റെ ബ്ലൂ പ്രിന്റ് ആണ് കരിക്കുലം വെയർ നോളജ്. Okay, anyway, leave that. We'll see. Curriculum is the blueprint of an education. ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിന്റെ ബ്ലൂ പ്രിന്റ്. അതായത് നിങ്ങൾ ഇപ്പോൾ നഴ്സിംഗ് പഠിക്കാൻ കയറിയാൽ ആദ്യത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ ദിവസം എന്ത് ചെയ്യും? വെരി ലാസ്റ്റ് ഡേ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിന്റെ ഒരു ടോട്ടൽ പ്ലാനിനെയാണ് വാട്ട് വി കോൾ ആസ് എന്ന് പറയുന്നത് കരിക്കുലം എന്ന് പറയുന്നത്. ക്ലിയർ? So now we have to know about certain plans, അല്ലെങ്കിൽ കരിക്കുലത്തിന്റെ പാർട്സ് ഓഫ് കരിക്കുലം. പാർട്സ്. ഫസ്റ്റ് വൺ ഈസ് മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ. നഴ്സിംഗ് ആണ്, നഴ്സിംഗ് കരിക്കുലത്തിനെ കുറിച്ചാണ് പറയണത് നമ്മൾ. മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ. എന്താണ് മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ? മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ, നിങ്ങളുടെ എല്ലാം കോളേജിൽ കയറുമ്പോൾ പ്രിൻസിപ്പലിന്റെ റൂമിന്റെ ചെവരിന്റെ ഓപ്പോസിറ്റ് കളർ പെയിന്റ് അടിച്ചിട്ട് പല 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 കളറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ നിങ്ങളുടെ എല്ലാം കോളേജിന്റെ പ്രിൻസിപ്പലിന്റെ ചുവരിൽ ഉണ്ടാവും. ഇറ്റ് ഈസ് ദ പ്ലാൻ ഓഫ് ഹോൾ ഇയർ ഓഫ് ഓൺ ബാച്ച്. ഒരു ബാച്ചിന്റെ മുഴുവൻ വർഷത്തെ നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് ദ ഓഫ് ഓവറോൾ പ്ലാൻ ഓഫ് all students, is the overall plan of all students in a particular educational institutions showing placement of
students like area of posting, അതുപോലെ തന്നെ തിയറി അല്ലെങ്കിൽ ടീച്ചിങ് പീരീഡ്. ആക്ച്വലി ഒരു വെൽ എക്സ്പേർട്ട് ടീച്ചർ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ, ഒരു എക്സ്പേർട്ട് പ്രിൻസിപ്പലിന് അവരുടെ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു കുട്ടി എവിടെയാണ് ഈ സമയം ഉള്ളതെന്ന് പറയാൻ കഴിയും. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓഫ് ദ മാസ്റ്റർ പ്ലാൻ. മനസ്സിലായോ? അതായത് ഞങ്ങള് എന്തിനു പോകുമ്പോ നമ്മള് ഇതിന് പോകുമല്ലോ, എല്ലാം മറന്നുപോയില്ല, എഡ്യൂക്കേഷൻ പഠിപ്പിച്ച് അതെല്ലാം മറന്ന നമ്മള് അല്ലല്ല കമ്മ്യൂണിറ്റിക്കല്ല നിങ്ങൾ പോകണമല്ല ഞാൻ പറഞ്ഞ. ഞാൻ പോകുമ്പോ ഇൻസ്പെക്ഷന് പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാസ്റ്റർ പ്ലാൻ എടുക്കും. മാസ്റ്റർ പ്ലാൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും തേർഡ് ഇയറിലെ ഇന്ന ബാച്ച് സ്റ്റുഡൻസ് എവിടെ ഉണ്ടാവും നമുക്ക് മനസ്സിലാവും. അപ്പൊ മാസ്റ്റർ പ്ലാൻ എടുത്ത് നോക്കും, തേർഡ് ഇയർ സ്റ്റുഡൻസ് ആരാണ് പോസ്റ്റിംഗ്, ചോദിക്കും പോസ്റ്റിംഗ് ഉള്ള ആരൊക്കെ ഉണ്ടെന്ന്. മിക്കവാറും ടീച്ചർമാർ എന്ത് ചെയ്യും? മാസ്റ്റർ പ്ലാൻ ഒരു വഴിക്കായിരിക്കും, പോസ്റ്റിംഗ് വേറൊരു വഴിക്കായിരിക്കും. അപ്പൊ നമ്മൾ മാസ്റ്റർ പ്ലാൻ എടുത്ത് വെച്ചാൽ അപ്പോൾ നമുക്ക് ആ മാസ്റ്റർ പ്ലാൻ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇപ്പൊ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് തേർഡ് ഇയർ സ്റ്റുഡൻസ് ക്ലാസ്സിൽ ഉണ്ടാവണം. നമ്മൾ തേർഡ് ഇയർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ക്ലിനിക്കൽ പോസ്റ്റിംഗിന് പോയെന്ന് പറയും. അപ്പോഴേ മനസ്സിലാവും ഇവരുടെ പ്ലാനും ഇവരുടെ കരിക്കുലവും ഇവരുടെ അവിടുത്തെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എത്രത്തോളം അവർ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതെല്ലാം നമുക്കത് കാണാൻ മനസ്സിലാവും. ചില കോളേജസ് ഉണ്ട് ടിപ്പിക്കലാണ്, നമ്മൾ ചെന്നിട്ട് എടുത്ത് മാസ്റ്റർ പ്ലാൻ നോക്കിയിട്ട് ഇന്ന ബാച്ച് ഇന്നടുത്തുണ്ടെന്ന് പറഞ്ഞാൽ ആ ബാച്ച് അവിടെ ഉണ്ടാവും. ഇന്ന സ്റ്റുഡന്റ് ഇന്നടുത്തെന്നുള്ളത് പ്രിൻസിപ്പലിന് പറയാൻ കഴിയും. കാരണം വെച്ചാൽ ആ മാസ്റ്റർ പ്ലാൻ അത്ര വെൽ ഡെവലപ്ഡ് ആണ്. നിങ്ങൾ നോക്കുമ്പോൾ കുറെ കളേഴ്സ് ഡെവലപ്പ് ചെയ്ത് പരിചയമുള്ള കേരളത്തിൽ പഠിച്ചവർ അഡ്മിനിസ്ട്രേഷൻ പ്രാക്ടിക്കൽ ഉള്ളവരുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് പരിചയം ഉണ്ടായിരുന്നായിരിക്കും അല്ലേ? പരിചയമില്ലേ ചെയ്ത് മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ? യെസ്. So that is about the master plan. Then second one is course plan. Is the plan തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുക. കോഴ്സ് പ്ലാൻ. What is course plan? Course plan. എന്താണ് കോഴ്സ് പ്ലാൻ എന്ന് പറഞ്ഞാൽ? What is course plan? It is the total planning of an entire course. Total planning of an entire course. ഒരു മുഴുവൻ കോഴ്സിന്റെ ടോട്ടൽ പ്ലാനിങ്. ലൈക്ക് എന്തൊക്കെ? ലൈക്ക് ഡിവിഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ, അതുപോലെ തന്നെ തിയറി അലോക്കേഷൻ ആൻഡ് പ്രാക്ടിക്കൽ അലോക്കേഷൻ എക്സെട്ര. എന്റർടൈൻമെന്റ് ഉണ്ട്, അതിനകത്ത് എന്റർടൈൻമെന്റ്സ് വരും, അതുപോലെ അവരുടെ ലൊക്കേഷൻസ് വരും, അവരുടെ ടൂർ വരും. ഇതെല്ലാം കൂടെ ചേർന്ന് പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എൻറ്റയർ കോഴ്സ് പ്ലാൻ ചെയ്യുന്നതിനാണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത്? കോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ? Now what is unit plan? What is unit plan? യൂണിറ്റ് പ്ലാൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ലാർജർ സബ്ഡിവിഷൻ ഓഫ് സബ്ജക്ട്. Larger subdivision of subject is called as unit. അതായത് ഇപ്പൊ മെഡിക്കൽ സബ്ജക്ട് എന്നുള്ള സബ്ജക്ട്, അതിന്റെ സബ്ഡിവിഷൻസ് എന്താണ്? കാർഡിയോവാസ്കുലർ, മസ്കുലോസ്കെൽറ്റൽ, അതുപോലെ എൻഡോക്രൈൻ, റെസ്പിറേറ്ററി, ഇങ്ങനെ പോകുന്നു. GIT. That is what we call as the unit planning. So this is a larger subdivision of a subject. ഒരു സബ്ജക്റ്റിന്റെ ലാർജർ സബ്ഡിവിഷനാണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് എന്ന് പറയുന്നത്, യൂണിറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ പ്ലാനിംഗ് ഓഫ് യൂണിറ്റ് ഈസ് കോൾഡ് ആസ് യൂണിറ്റ് പ്ലാനിംഗ്. അത് സിമ്പിൾ, ഞാൻ എന്നും ചെയ്യുന്ന സാധനമാണ്.
ആസ് യൂണിറ്റ് പ്ലാൻ. ഞാൻ എന്നും ചെയ്യുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പൊ എഡ്യൂക്കേഷൻ ഇസ് എ സബ്ജക്ട്, ഇതിൽ ഏതൊക്കെ ഞാൻ പഠിപ്പിക്കണം എന്ന് ഞാൻ തീരുമാനം എടുക്കുന്നു. എഡ്യൂക്കേഷൻ ഒരു സബ്ജക്റ്റാണ്, വലിയൊരു സബ്ജക്റ്റാണ്. അതിന്റെ ഏതൊക്കെ പഠിപ്പിക്കണം? അപ്പൊ ഞാൻ ഇന്നെടുത്ത തീരുമാനം എന്താണ്? ഞാൻ എഡ്യൂക്കേഷൻ എന്തെന്ന് പഠിപ്പിക്കണം, ഫിലോസഫീസ് പഠിപ്പിക്കണം, അതുപോലെ തന്നെ ഏവിയേഷൻ. ഇതൊക്കെ ഒരു തിയറി ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ, ഒരു തിയറി ക്ലാസ് അല്ലെങ്കിൽ 4th ഇയർ നഴ്സിംഗിനെ സംബന്ധിച്ചോളം ഏവിയേഷൻ തന്നെ ഒരു 4-5 ദിവസം പഠിപ്പിക്കാനുണ്ട്, കരിക്കുലം തന്നെ 5-6 ദിവസം പഠിപ്പിക്കാനുണ്ട്, യൂണിറ്റ് പ്ലാൻ ഒരു ക്ലാസ് മൊത്തം പഠിപ്പിക്കാനുണ്ട്, ഇല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇപ്പോൾ കരിക്കുലം ഒരു യൂണിറ്റ് ആയിട്ട് സബ്ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. നൗ വാട്ട് ഈസ് ലെസൺ പ്ലാൻ? ലെസൺ പ്ലാൻ എന്താണ്? ഓർ ഡെയിലി പ്ലാനിങ്. It is the plan of action of a teacher, the plan of action of a teacher to deal a lesson. അതായത് ഒരു ചെറിയ ടോപ്പിക്, ഇപ്പോ ഒരു എക്സാമ്പിൾ, കാർഡിയോവാസ്കുലറിൽ ഇപ്പൊ ഇന്നലെ എടുത്തതായിരുന്നു ഓങ്കോളജിയിൽ എങ്ങനെ ഓങ്കോളജി ഡ്രഗ്സ് ഡീൽ ചെയ്യണമെന്നുള്ള എന്റെ പ്ലാനിങ് ആണ് വാട്ട് വി കോൾ ആസ് ലെസൺ പ്ലാനിങ്. ഓങ്കോളജി ഡ്രഗ്സ് അല്ലെങ്കിൽ കീമോതെറാപ്പി ഡ്രഗ്സ് അല്ലെങ്കിൽ റേഡിയോ തെറാപ്പി എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ള എന്റെ പ്ലാനിനാണ് വാട്ട് വി കോൾ ആസ് എന്ത്? ലെസൺ പ്ലാനിങ്. ആൻഡ് ഇറ്റ് ഈസ് ദ കോർ ആൻഡ് ഹാർട്ട് ഓഫ് ടീച്ചിങ്. ഓഫ് ടീച്ചിങ്. അപ്പോ എല്ലാ ടീച്ചർമാരും ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുന്നതിന് മുമ്പ് ലെസൺ പ്ലാൻ ഉണ്ടാക്കണമെന്നാണ്. അങ്ങനെയാണ് കണക്ക്. ലെസൺ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടേ പഠിക്കും. നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്ത് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? ലെസൺ പ്ലാൻ ഉണ്ടാക്കാറുള്ളൂ. പക്ഷേ നമ്മൾ മിക്കവാറും തന്നെ ഇൻസ്പെക്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ എടുത്തിട്ട് നോക്കാറുണ്ട് ലെസൺ പ്ലാൻ. പക്ഷെ ടീച്ചർ പഠിപ്പിച്ച ലെസൺ ആയിരിക്കില്ല മിക്കവാറും അവരുടെ ലെസൺ പ്ലാനിലുള്ളത്. ഓക്കെ, സോ അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ ഓഫ് ടീച്ചർ. അതെ, ടീച്ചറിന്റെ പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് ടു ഡീൽ എ ലെസൺ. ഒരു ചെറിയ ലെസൺ, ഇപ്പോ CNS എടുത്തു കഴിഞ്ഞാൽ CNSനകത്ത് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലുവർ എങ്ങനെ പഠിപ്പിക്കും, എന്തൊക്കെ പഠിപ്പിക്കും? അപ്പോൾ CNS കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലുവർ എടുക്കുമ്പോൾ ഡെഫിനിഷൻ, അതുപോലെ എറ്റിയോളജി, പാത്തോഫിസിയോളജി, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, കോംപ്ലിക്കേഷൻസ്, മാനേജ്മെന്റ് തന്നെ ഡയറ്ററി മാനേജ്മെന്റ്, അതിൽ തന്നെ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ്. അപ്പൊ ഇതെല്ലാം എന്തൊക്കെ പഠിപ്പിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതിനാണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത്? ലെസൺ പ്ലാനിങ്. ക്ലിയർ? പ്ലാൻ ഓഫ് ആക്ഷൻ ബൈ എ ടീച്ചർ ഏതാണ്? പ്ലാൻ ഓഫ് ആക്ഷൻ ബൈ എ ടീച്ചർ ടു ഡീൽ എ typical portion. Plan of action by a teacher, that is lesson planning, which is the plan for a batch for a whole year. Plan for a batch for a whole year. That is master plan. Master plan. Curriculum എന്ന് പറഞ്ഞാൽ it is പഠിപ്പിച്ചു ഇതിന് മനസ്സിലാവില്ലേ? കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? കരിക്കുലം എന്ന് പറഞ്ഞാൽ എന്താണ്? കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എങ്ങനെ പഠിപ്പിക്കണം എന്ന്, അല്ലെങ്കിൽ എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കും, ഇറ്റ് ഈസ് സമ്മറി ഓഫ് അവൈലബിൾ കോഴ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കരിക്കുലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് ഓഫ് എ കോഴ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കരിക്കുലം എന്ന് പറയുന്നത്, അല്ലേ? ക്ലിയർ? So now we can move on to a different, നമുക്കൊരു വേറൊരു ഡിഫറെന്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഏതിലേക്ക് പോവാം? നമ്മൾ കാണാനുള്ള ഒരു ടോപ്പിക് നമുക്ക്
What is azoospermia? What is azoospermia? What is azoospermia? കുറെ നമുക്ക് ചുമ്മാ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുപോകാം. അസൂസ്പെർമിയ എന്താ? കുറെ ടേംസ് എല്ലാം കണ്ടുപോകാം. Azoospermia, absence of sperm, lack of sperm. It is the absence of sperm, കേട്ടോ, absence of sperm. Sperm. അപ്പൊ ആബ്സെൻസ് ഓഫ് സെമൻ എന്താ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് സെമൻ എന്താ? ആബ്സെൻസ് അല്ല, ലാക്ക് ഓഫ് സെമൻ. ഇറ്റ് ഈസ് അസ്പെർമിയ, ദാറ്റ് ഈസ് ലാക്ക് ഓഫ് സെമൻ. സെമനേ ഇല്ല, അതിനെയാണ് നമ്മൾ അസ്പെർമിയ എന്ന് പറയുന്നത്, അല്ലെ? അസൂസ്പെർമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആബ്സെൻസ് ഓഫ് സെമൻ ആണ് അസൂസ്പെർമിയ എന്ന് പറയാ. അസ്പെർമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ലാക്ക് ഓഫ് സെമൻ. ദെൻ ടെറാറ്റോസ്പെർമിയ എന്താ? ടെറാറ്റോസൂസ്പെർമിയ. ടെറാറ്റോസൂസ്പെർമിയ എന്താ? It is the presence of sperm with abnormal morphology. Morphology abnormal ആയിട്ടുള്ള sperm വരുന്നതിനാണ് what we call as teratospermia എന്ന് പറയുന്നത്, അല്ലെ? മോർഫോളജിക്കലി അബ്നോർമൽ sperm വരുന്നതിനാണ് നമ്മൾ ടെറാറ്റോസ്പെർമിയ എന്ന് പറയുന്നത്. What is oligospermia? Oligospermia. എന്താണ് oligospermia? It is the low volume of semen. Low volume of semen. സെമൻ എന്താണ്? വോളിയം കുറയുന്നതിനാണ്, അല്ലെ? വോളിയം കുറയുന്നതിനാണ് ഒളിഗോസ്പെർമിയ. ഇപ്പോ ഒളിഗോസൂസ്പെർമിയാണ് ഗായത്രി പറയുന്നത്. ഒളിഗോസൂസ്പെർമിയ ടേംസ് എല്ലാം തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസമുള്ളേ. ഒളിഗോസൂസ്പെർമിയ എന്താണ്? ലെസ് ദാൻ 20 millions of sperm per ml. Less than 20 million of sperm per ml of semen. So that is what we call as the oligospermia. Then what is hematospermia? Hematospermia എന്താ? What is hematospermia? That is the presence of blood, അല്ലെ? Presence of blood in semen. Okay, now next one. What is capacitation? Capacitation എന്താണ് capacitation എന്ന് വെച്ചാൽ? What is capacitation? എന്താണ്? It is the natural process. It is the natural process that helps sperm. It is a natural process that helps sperm to fertilize ova. ഒരു ഓവ ഫെർട്ടിലൈസ് ചെയ്യാൻ സ്പേമിനെ സഹായിക്കുന്ന പ്രോസസ്സിനെയാണ് വാട്ട് വി കോൾ ആസ് കപ്പാസിറ്റേഷൻ. ആൻഡ് ഡ്യൂറേഷൻ എത്രയാണ്? കപ്പാസിറ്റൈസേഷന്റെ ഡ്യൂറേഷൻ ഈസ് എത്രയാണ്? 7 hours. അതായത് 7 hours. Once the sperm reaches and ഒരിക്കൽ സ്പേം എവിടെ ഓവത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവന് ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഇറ്റ് നീഡ്സ് 7 hours and the process is called as the capacitization. So what is hyaluronidase? What is hyaluronidase? Hyaluronidase എന്ന് പറയുന്നത് it is an enzyme. It is an enzyme which helps sperm to penetrate
ഓവ അല്ലെ? ടു പെനട്രേറ്റ് ഓവം. ഓവം പെനട്രേറ്റ് ചെയ്യാൻ സ്പേമിനെ സഹായിക്കുന്ന എൻസൈമിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? സ്പേമിനെ സഹായിക്കുന്ന എൻസൈമിന്റെ പേരാണ് വാട്ട് വി കോൾ ആസ് എന്ത്? ഹാലൂറിഡിനേസ് എന്ന് പറയുന്നത് അല്ലെ? ഹാലൂറിഡിനേസ് ആൻഡ് എൻസൈം വിച്ച് ഹെൽപ്സ് ടു പെനട്രേറ്റ് ഓവം. ഇനി സ്പേമിന്റെ ലെന്ത് എത്രയാ? പാർട്സ് പറഞ്ഞേ. പാർട്സ് ഓഫ് സ്പേം. പാർട്സ് ആർ ഏതൊക്കെയാ സ്പേമിന്റെ? പാർട്സ് ഓഫ് സ്പേം ആർ ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് ഹെഡ്. ഒന്ന് കട്ടായി. ഹെഡ്, ബോഡി ആൻഡ് ടെയിൽ അല്ലേ? ഹെഡിനകത്ത് എന്തൊക്കെയുണ്ട്? ഹെഡ് കണ്ടെയ്ൻസ് അക്രോസോം ആൻഡ് ന്യൂക്ലിയസ്. ഹെഡിനകത്താണ് അക്രോസോമും ന്യൂക്ലിയസും ഉള്ളത്. ഹെഡ് കണ്ടെയ്ൻസ് അക്രോസോം ആൻഡ് ന്യൂക്ലിയസ്. പിന്നെന്തുണ്ട്? ഹെഡ് ഉണ്ട്, മിഡ് പീസ് ഉണ്ട്. മിഡ് പീസിൽ എന്താ ഉള്ളത്? മിഡ് പീസിൽ എന്തുണ്ട് ചോദിക്കും. കണ്ടെയ്ൻസ് ATP. ATP ഉള്ളത് എവിടെയാണ്? മിഡ് പീസിലാണ്. ആൻഡ് ടെയില്. അപ്പോ എന്തൊക്കെയുണ്ട്? ഒരു സ്പേമിന് ഹെഡ് ഉണ്ട്, മിഡ് പീസ് ഉണ്ട്, ടെയിൽ ഉണ്ട് അല്ലെ? ഹെഡ് ഉണ്ട്, മിഡ് പീസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട്? ടെയിലും ഉണ്ട്. ഓക്കെ. ഇതിനകത്ത് ഹെഡിന്റെ അക്രോസോമിനകത്ത് എന്തുണ്ട്? അക്രോസോം കണ്ടെയ്ൻസ് എന്ത്? ഹയലൂറിനിഡേസ് ആൻഡ് പ്രോട്ടിയേസ്. ഇത് രണ്ടും എന്തിനു വേണ്ടി സഹായിക്കുന്നതാണ്? എൻസൈംസ് ആണ്. അക്രോസോമിനാണ് ഹയലൂറിനിഡേസും പ്രോട്ടിയേസും ഉണ്ടാണ്. ഇത് രണ്ടും എന്തിനു സഹായിക്കും? രണ്ടും ഡിസ്ട്രക്ഷൻ ഓഫ്, അല്ലെങ്കിൽ എന്താണ്? പെനട്രേഷൻ ഓഫ് ഓവം. ഓവത്തിന്റെ ഔട്ടർ ലെയർ പെനട്രേറ്റ് ചെയ്യാൻ സഹായിക്കും അല്ലെ? ഇനി ന്യൂക്ലിയസിൽ എന്താ ഉള്ളത്? ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് ക്രോമസോം അല്ലേ? എങ്ങനത്തെയാണ്? ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് ആണോ? ഡിപ്ലോയിഡ് ക്രോമസോം ആണോ ഹാപ്ലോയിഡ് ക്രോമസോം ആണോ? യെസ്, ഹാപ്ലോയിഡ് ക്രോമസോം ആണുള്ളത് അല്ലെ? ഇനി ടെയില് എന്തിനാ സഹായിക്കുന്നത്? ടെയിൽ ഹെൽപ്സ് ഇൻ പ്രൊപ്പൽഷൻ ഓഫ് സ്പേം. സ്പേമിന്റെ മൂവ്മെന്റ് ആണ് സഹായിക്കുക അല്ലെ? ടെയില് ഹെൽപ്സ് ഇൻ ദ പ്രൊപ്പൽഷൻ ഓഫ് സ്പേം. പ്രൊപ്പൽഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് ദ സ്പേമിനാണ് ടെയില് സഹായിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ലെങ്ത് ഓഫ് സ്പേം എത്ര ഉണ്ടാവും? ലെങ്ത് ഓഫ് സ്പേം ഈസ് എത്രയാണ്? 60 to 70 മൈക്രോമീറ്റർ. 60 to 70 മൈക്രോമീറ്റർ ആണ്. ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് സ്പേം. സ്പേമിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 60 to 70 മൈക്രോമീറ്റർ. 60 to 70 മൈക്രോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ലെങ്ത് ഓഫ് സ്പേം. ഇനി അടുത്തൊരു കാര്യം, 1 ml സെമനിൽ എത്ര സ്പേം ഉണ്ട്? ചോദ്യം വരും. 1 ml സെമൻ കണ്ടെയ്ൻസ് എത്ര സ്പേം? 1 ml സെമൻ contains 50 to 150 million sperms. 50 to 150 million sperm. 50 to 150 million sperm. അല്ല, 50 to
1 million sperm. pH of sperm എത്ര? semen എത്ര? pH of semen എത്രയാ? 7.2 to 7.5. 7.2 to 7.5 is the pH. 7.8 വരെയും പോവാം. What is the rate of movement of sperm in female reproductive tract? എത്ര സ്പീഡിൽ പോവും? നിന്റെയാ? എത്ര സ്പീഡിൽ പോവും? 3 millimeter per minute. അപ്പൊ വളരെ പതുക്കെയല്ലേ ആള് പോണത്. 3 millimeter per minute-ലാണ് എന്ത് ചെയ്യുന്നത്? Three millimeter per minute-ലാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത് അല്ലെ? മൂവ്മെന്റ് ഈസ് 3 millimeter per minute. 3 millimeter per minute-ലാണ് എന്ത് ചെയ്യുക? മൂവ്മെന്റ് നടക്കുക അല്ലെ? മൂവ്മെന്റ് നടക്കുക. Now we have to see about the അല്ലെങ്കിൽ അതവിടെ നിർത്താം. വേറെ എന്തെങ്കിലും പോവാം. വേറെ ഏതെങ്കിലും ടോപ്പിക് പോവാം. പറഞ്ഞ ഏതെങ്കിലും ടോപ്പിക് പറ. ഒരു ടോപ്പിക് പറ. ഇങ്ങനെ 20 മിനിറ്റ് ഉണ്ട്. ഞാൻ അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകാൻ തരില്ല. കോവിഡിനെ കുറിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്തില്ല. ഞാൻ പ്രിപ്പയർഡ് അല്ല. കോവിഡിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്യണം. കാരണം നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സാധനമാണ് കോവിഡ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്യണം. GCS ഒക്കെ ഓൾറെഡി പല പ്രാവശ്യം പറഞ്ഞതാണ്. പറഞ്ഞു പോയതാണ്. ഇനി GCSനെ കുറിച്ചൊന്നും പിടിക്കില്ല കിടന്നുണ്ട്. അതാ ഷംന, ആ റെക്കോർഡിംഗ് കൃത്യമായിട്ട് കണ്ടില്ലേ? റെക്കോർഡിംഗ് കണ്ടില്ലായിരുന്നോ? We have to go for code abnormalities. We have to go for immunization. ആദ്യം പറഞ്ഞ ഒരു സാധനത്തിനകത്ത് immunization. Anabolism and catabolism. Immunization. എടേ, ഈ പറയുന്ന ലങ് കപ്പാസിറ്റീസ്, അതുപോലെ തന്നെ കാർഡിയാക്ക് ഡ്രഗ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അതായത് പുതിയ ആൾക്കാരല്ല, പഴയ ആൾക്കാരോടാ ചോദിച്ചത്. പുതിയ ആൾക്കാരല്ല, പഴയ ആൾക്കാർ. പുതിയ ആൾക്കാർക്ക് ഞാൻ ഇതിലേക്കൊക്കെ തിരിച്ചു വരും. ഞാൻ ഇപ്പോ കുറച്ച് സമയം. ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ബാച്ച് 3-ക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ചുമ്മാ ഇല്ലാന്ന് പറയല്ലേ. ബാച്ച് 3 കിട്ടിയില്ലേ? ഗ്ലാസ്കോ കോമ സ്കെയിൽ കിട്ടിയില്ലെന്നാ പറയണേ. GCS കിട്ടില്ല. അപ്പൊ GCS നമുക്ക് എന്തായാലും എടുക്കാം. GCS ഞാൻ എവിടെ എടുത്ത് പോയിട്ടുണ്ട്. എന്തായാലും എടുക്കും. GCS എടുക്കാം. സോ ഇമ്മ്യൂണൈസ് ഷെഡ്യൂൾ ഞാൻ എവിടെ എടുത്തിട്ടുണ്ട്. എവിടെയാ എടുത്തേക്കണം? അപ്പൊ മറ്റുള്ളവരൊന്ന് പറഞ്ഞ എവിടെ എടുത്തേക്കണത്? ഞാൻ ഏതിന്റെ ഒപ്പം GCS എടുത്തേക്കണേ? GCS കുറെ സ്കോറിംഗ് സിസ്റ്റം ഒന്നിച്ചല്ലേ എടുത്തു പോയത്. ബ്രണ്ടൻ സ്കെയില്, GCS ഫണ്ടമെന്റൽസിനകത്താണ്. എവിടെ എടുത്തത്? കണ്ടവരൊന്ന് പറഞ്ഞേ. കണ്ട ആരൊക്കെ ഉണ്ട്? GCS എടുത്തത് കിട്ടിയത് ആർക്കൊക്കെ ഉണ്ട്? ഓക്കെ, എനിവേ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂള് അറ്റ് ബർത്ത് ഏതൊക്കെയാ കൊടുക്കുന്നത്? അറ്റ് ബർത്ത് ഏതൊക്കെയാ? BCG കൊടുക്കല്ലേ? അറ്റ് ബർത്ത് BCG.
എത്ര ml കൊടുക്കുന്ന BCG? BCG എത്ര ml കൊടുക്കും? പോയിന്റ് 0.05 ml ബിലോ 4 weeks. 4 ആഴ്ചയ്ക്ക് അകത്തുള്ള കുട്ടികളാണെങ്കിൽ 0.05 ml. 0.1 ml above 4 weeks. See, you must remember one thing. നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ കൊടുക്കുന്നത് എത്രയാണ്? നമ്മളെടുത്ത് ചോദിച്ചാൽ നമ്മൾ എത്ര ml കൊടുക്കുക? നമ്മുടെ സാഹചര്യത്തിൽ 0.05, കാരണം നമ്മൾ ബർത്ത് സമയത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ വെസ്റ്റേൺ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തിൽ 0. നമ്മൾ ബർത്ത് സമയത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡെലിവറി എല്ലാം ഹോസ്പിറ്റലിലാണ്. പക്ഷെ മറ്റേതും കൂടെ നമ്മൾ പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മളെ സംബന്ധിച്ചോളം ഈ നോർത്തേൺ സ്റ്റേറ്റ്സിലൊന്നും ഡെലിവറി വീട്ടിലേക്ക് വെച്ച് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഡെലിവറി വീട്ടിലേക്ക് വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വി കനോട്ട് കൺഫേം അല്ല. ഡെലിവറി വീട്ടിലേക്ക് വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ 4 ആഴ്ച കഴിഞ്ഞൊക്കെയും കുഞ്ഞിനെ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ഇതും പറയുന്നത്. ഏതൊക്കെയാ? 0.05 ml ബിലോ 4 weeks, 0.1 ml എബോവ് 4 weeks. റൂട്ട് ഏതാ? ഇൻട്രാഡെർമൽ അപ്പർ ആം അല്ലെ? ഇൻട്രാഡെർമൽ ID അപ്പർ ആം. സോ ദാറ്റ് ഈസ് അബൌട്ട് BCG. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് കൊടുക്കാം നമുക്ക്? BCG പിന്നെന്താ? OPV അല്ലെ? OPV ഫസ്റ്റ് ഡോസ് ആണോ സെക്കൻഡ് ഡോസ് ആണോ? ഫസ്റ്റ് ഡോസ് ആണോ സെക്കൻഡ് ഡോസ് ആണോ? സീറോ ഡോസ് എന്നാ പറയാം. OPV 0 ഡോസ്. എത്ര കൊടുക്കും? 2 ഡ്രോപ്സ് അല്ലെ? OPV 0 ഡോസ് 2 ഡ്രോപ്സ്. അടുത്ത് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി 0 ഡോസ്. ഏത് ഡോസാ? എത്രാമത്തെ ഡോസാ? 0 ഡോസ്. എത്ര കൊടുക്കും? ഏത് റൂട്ട്? 0 ഡോസ് എത്ര കൊടുക്കും? 0.5 ml IM ഇൻട്രാമസ്കുലർ. എവിടെയാ കൊടുക്കുക? എവിടെയാ? വസേറ്റസ് ലാറ്ററാലിസ് അല്ലെ? വസേറ്റസ് ലാറ്ററാലിസ്. ദാറ്റ് ഈസ് ആൻഡ്രോലാറ്ററൽ എന്നാ പറയാ. വസേറ്റസ് ലാറ്ററാലിസ് മസിലില്ല കൊടുക്കുക. ആൻഡ്രോലാറ്ററൽ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ബർത്തിലെ കഴിഞ്ഞു. ഇനി അടുത്ത എത്രയാ? 6ാമത്തെ ആഴ്ച, 6th വീക്ക്. 6ാമത്തെ ആഴ്ച ഏതൊക്കെ കൊടുക്കണം? OPV എത്രാമത്തെ ഡോസ്? ഫസ്റ്റ് ഡോസ്. എത്ര കൊടുക്കുക? OPV 2 ഡ്രോപ്സ്. 2 ഡ്രോപ്സ്. ദെൻ IPV എത്ര ml കൊടുക്കും? IPV എത്രാമത്തെ ഡോസ്? ഫസ്റ്റ് ഡോസ്. 0 ഡോസ് ഇല്ല കേട്ടോ IPVക്ക്. IPV ഫസ്റ്റ് ഡോസ് എത്ര ml? 0.1 ml. എവിടെ കൊടുക്കും? ഇൻട്രാഡെർമൽ ID കേട്ടാ? IPV ഫസ്റ്റ് ഡോസ് 0.1 ml ID. ഇനി പെന്റാവാലന്റ്. എന്തൊക്കെയുണ്ട്?
എന്തൊക്കെയുണ്ട് പെന്റാവാലന്റില്? പെന്റാവാലന്റിൽ എന്തൊക്കെയുണ്ട്? DPT, hepatitis B and hemophilus influenza. Hep B, hemophilus influenza അല്ലെ? ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എത്ര ഡോസ്? 0.5 ml. 0.5 ml. ഏതാ റൂട്ട്? IM. ഓക്കെ. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തപ്പോഴാ 10ാമത്തെ ആഴ്ച, 10th വീക്ക്, അല്ലെങ്കിൽ എന്തെന്ന് പറയും നമ്മള്? 2.5 മാസം അല്ലേ? 2.5 മാസം 10ാമത്തെ ആഴ്ച എന്താ കൊടുക്കും? ഇല്ല, റോട്ട കൊടുക്കുന്നില്ല. പെന്റാവാലന്റ് 2. ഇവിടെ പെന്റാവാലന്റ് 1 ആണ് കൊടുക്കുന്നത്. 6th വീക്കിൽ പെന്റാവാലന്റ് 1. ഇത് പെന്റാവാലന്റ് 2 സപ്ലൈ ഉണ്ട്, പക്ഷെ നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഇല്ല. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. കേട്ടോ, ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ആണ് ഈ പറയുന്നത്. കേട്ടോ, മസ്റ്റായിട്ട് കൊടുക്കാനുള്ളതാ. പെന്റാവാലന്റ് എത്ര കൊടുക്കും? 0.5 ml IM. പിന്നെന്ത് കൊടുക്കണം? OPV 2, സെക്കൻഡ് ഡോസ് OPV കൊടുക്കണം. എത്ര? 2 drops. So that is about the 10th week. Then 14 weeks, 14ാമത്തെ ആഴ്ച, 3.5 മാസം ആവുമ്പോ എന്തോ കൊടുക്കണം? 14 weeks പെന്റാവാലന്റ് 3. മണി മിണ്ടാതിരിക്കെ. പെന്റാവാലന്റ് 3 എത്ര ml? 0.5 ml. That is also IM. പിന്നെന്ത് കൊടുക്കണം? OPV. റോട്ടയൊക്കെ ഓപ്ഷണൽ ആണ്. ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ഷെഡ്യൂൾ. ഐ ആം ടെല്ലിംഗ് അബൌട്ട് ദ ഷെഡ്യൂൾ. ഓക്കെ, റോട്ട ഈസ് ഓപ്ഷണൽ ആൻഡ് ഐ ആം ടെല്ലിംഗ് അബൌട്ട് ദ ഷെഡ്യൂൾ, നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. ക്ലിയർ? OPV 3rd, OPV 3. OPV 3 എത്ര ഡ്രോപ്സ്? 2 drops. 2 drops OPV 3 കൊടുക്കും. പിന്നെന്ത് കൊടുക്കും? IPV 2, സെക്കൻഡ് ഡോസ് IPV. ദാറ്റ് ഈസ് 0.1 ml. ഏത് റൂട്ട്? 0.1 ml. ഉറക്കം ഒഴിച്ച നാളുകളൊന്നും ഓർമ്മയില്ലേ? ഉറങ്ങാത്ത നാളുകൾ ഓർമ്മയില്ലേ? 0.1 ml ID. മിക്കവാറും അമ്മമാർക്ക് ഉറക്കമില്ലാത്ത നാളുകളാണ് ഈ പെന്റാവാലന്റും ഇതും എടുക്കുമ്പോ, IPVയും പെന്റാവാലന്റും എടുക്കുമ്പോ. ദാറ്റ് ഈസ് അബൌട്ട് ദ 14 weeks. Then at the 9 months, 9 months ഏതൊക്കെയാ? 9 months. 9 months ഏതൊക്കെയാ? ഒരു പ്രശ്നമില്ലാത്ത മാസമല്ലേ? മീസൽസ്. MMR ഓപ്ഷണൽ ആണ്. മീസൽസ് ആണ് കൊടുക്കാൻ പറയാ. മീസൽസ് 1, MMR is optional and we can give for measles 1. MMR ഓപ്ഷണൽ ആണ്, but we go for measles. മീസൽസ് മസ്റ്റ് ആയിട്ടും കൊടുക്കണം. MMR is optional. മീസൽസ് 1, 0.5 ml
റൂട്ട് ഏതാ? IM. സോറി, സബ് ക്യൂ. അതേപോലെ വൈറ്റമിൻ എ എത്ര യൂണിറ്റ് കൊടുക്കും? 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ്. 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ്. 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ്. എങ്ങനെ? IM ആണ്, IV ആണ്? IM ആണ്. എങ്ങനെയാണ്? ഓറൽ ആണ് കേട്ടോ. ഓറൽ. Then next one is within 16 to 24 months. 16 മാസത്തിനും 24 മാസത്തിനും ഇടയിൽ എന്താ കൊടുക്കണം? DPT ബൂസ്റ്റർ. OPV ബൂസ്റ്റർ. വൈറ്റമിൻ എ സെക്കൻഡ് ഡോസ്. എന്താണ് സിസിൻ പറയുന്നത് മനസ്സിലായില്ല. സെക്കൻഡ് ഡോസ് മീസൽസ് സെക്കൻഡ് ഡോസ്. MMR ആണ് കൊടുക്കുന്നെങ്കിൽ MMR സെക്കൻഡ് ഡോസ്. മീസൽസ് സെക്കൻഡ് ഡോസ്. ഓക്കെ. ഇനി അടുത്തപ്പോഴാ? 16 മാസം എന്ന് പറയുമ്പോൾ 1.5 വയസ്സിനും 1.25 വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്ക്. 1.25 വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്ക്. ഇനി അടുത്തപ്പോഴാണ്? 5 years. 5 years. See, actually MMR is optional. Measles is mandatory. Okay? MMR ഓപ്ഷണലും മീസൽസ് മാൻഡേറ്ററി ആണ്. മനസ്സിലായോ? ഓക്കെ. 5 years. DPT ബൂസ്റ്റർ. പിന്നെ ഏതാ? OPV ബൂസ്റ്റർ. 10 years ആകുമ്പോൾ എന്ത് കൊടുക്കണം? ബൂസ്റ്ററിൽ 2 lakhs ആണ്. ബൂസ്റ്റർ എല്ലാം 2 lakhs ആണ്. ബൂസ്റ്റർ വൈറ്റമിൻ എ ബൂസ്റ്റർ ഈസ് 2 lakhs. അത് ഞാൻ പറയാൻ പറ്റും. വൈറ്റമിൻ എ ബൂസ്റ്റർ 2 lakhs ആണ്. ഓക്കെ. 10 year ഏതാ? TT മതി. TT 10 years TT. So this is the national immunization schedule. ഇതാണ് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. It is different from the universal immunization program. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ നിന്ന് ഡിഫറന്റ് ആണ്. കാരണം ഇത് നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ആണ്. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനകത്ത് നമ്മളത് പലതും ഉണ്ടാവില്ല, കൂടുതൽ വരികയും ചെയ്യും. ഓക്കെ. സോ നമുക്ക് ഏതാണ്? നമുക്ക് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ആണ്. ദാറ്റ് ഈസ് ഇൻ 2005 ലോഞ്ച് ചെയ്ത അവസാനത്തത് എഡിഷൻ വരുന്നത് 2005 ദാറ്റ് ഈസ് എക്സ്പാൻഡഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഇത്രയൊക്കെയാണ് വരുന്നത്. നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിസീസസ് ഏത്? നമുക്ക് പ്രശ്നക്കാരായ ഡിസീസസ് ഏതൊക്കെയാ? നമ്മൾ പ്രശ്നക്കാരെന്ന് പറയുന്നത് TB, പോളിയോ, ഡിപ്തീരിയ, ഊപ്പിംഗ് കഫ്, ടെറ്റനസ് ആൻഡ് മീസൽസ്. ഇത്രയും അസുഖങ്ങളാണ്. ദിസ് ഈസ് അബൌട്ട് ദ ഇമ്മ്യൂണൈസേഷൻ. ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായിട്ട് ഇത്രയും അസുഖങ്ങൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മെഡിസിൻ കൊടുക്കുക. അല്ലെ? ക്ലിയർ? അത് പ്രൊഫൈലാക്സിസ് ഓഫ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് നമുക്ക്. വൈറ്റമിൻ എ ടൈം പീരീഡ് 6 months. വൈറ്റമിൻ എ 6 months കൂടുമ്പോൾ കൊടുക്കണം. പക്ഷെ ഷെഡ്യൂളിനകത്ത് ഇതാണുള്ളത്. രണ്ടും ഒന്നിച്ച് തന്നെ കൊടുക്കുന്നത്. പക്ഷെ ഇറ്റ് ഈസ് ഇൻ ദ ഷെഡ്യൂൾ. ഇപ്പൊ നമ്മൾ ഓപ്ഷണലി പലതും ഒഴിവാക്കും, പലതും ആഡ് ചെയ്യുന്നുണ്ട്. കേട്ടോ, നമ്മൾ ഓപ്ഷണലി പലതും ഒഴിവാക്കും, പലതും ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ എന്താണ്, നമ്മൾ കുഞ്ഞുങ്ങളെ ഇപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റമിൻ എ 1.5 വയസ്സ് വരെ വൈറ്റമിൻ എ കൊടുക്കണമെന്നൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്.
പിന്നെ കോവിഡ് വാക്സിൻ അതിന് സാധ്യതയില്ല. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ. ബൈ ബൈ, ടേക്ക് കെയർ. ഇന്ന് പഠിപ്പിച്ച അത്രയും കൃത്യമായിട്ട് വായിച്ച് പോണം. എല്ലാം ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.